നമ്മൾ ലേറ്റായി പോയതുകൊണ്ട് എന്നാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇവിടെ കയറി. കാരണം നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ നെസ്റ്റോ മിയാമാളി വന്നു ഞങ്ങൾ. എന്നിട്ട് നമ്മൾ പിള്ളേർക്ക് ഷവർമ്മ വിഷുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഷവർമ്മ മാറ്റി വെച്ചു. അതെൻ്റെ കയ്യിലിരിക്കുന്നത്. ഇവർ 3 പേര് ഷവർമ്മ മേടിച്ച് ചെയ്തു. ഇവൈസ ഞങ്ങൾ പിന്നെ ഇച്ചിരി ബിരിയാണി മേടിച്ചു. തലശ്ശേരി ബിരിയാണി അല്ലേ വെച്ചാൽ. അപ്പോൾ അത് കഴിക്കാൻ ഓർത്തോണ്ട് ഞാനും വെച്ചേം കൂടെ ഈ പിള്ളേർക്ക് കൊടുത്തു. വീട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ ഇറങ്ങണം ഉടനെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് ഇതും വാങ്ങി വീട്ടിലോട്ട് പോകാൻ. പിള്ളേര് സംസാരിക്കാതെ കാണുകയാണ്. കാരണം മൗത്തിൽ ഫുഡ് ഉള്ളപ്പോൾ സംസാരിക്കാൻ പാടില്ല. ഓ അത് ശരി. ഇപ്പം എന്താ ഫുഡാ കഴിക്കുന്നത്? ഷവർമ്മ. തലശ്ശേരി ബിരിയാണി എന്നായിരുന്നു അവർ വെച്ചേക്കുന്ന ബോർഡ് കണ്ടത്. അപ്പം ഞങ്ങൾ അത് മേടിച്ചു. ഇത് ഫ്രൈഡ് ബിരിയാണിയാണ് കേട്ടോ, ഫ്രൈ ചെയ്തതാണ്. ദം ബിരിയാണി വേറെ ഉണ്ടായിരുന്നു അവിടെ അല്ലേ. നമ്മൾ നെസ്റ്റോൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഫുഡ് മേടിച്ചുകൊണ്ട് വന്നത്. ഇവിടെ ഇങ്ങനെ മേളിൽ കയറി ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ വേറെ പുറത്തുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടെ എത്തുമ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിയാൽ ഇവിടെ വന്നിരുന്നാണ് കഴിക്കുന്നത്. ഇതിൻ്റെ മേൾഭാഗം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് സ്പേസിൻ്റെ ഒക്കെ ഇതുണ്ട്, കുറേ കളറൊക്കെ ആയിട്ടല്ലേ. ഇതോ സ്റ്റാറൊക്കെ ഉണ്ടല്ലോ മേലെ ഇഷ്ടംപോലെ. കുഞ്ഞിപ്പൂച്ച എങ്ങനെ വെള്ളം കുടിക്കുന്നത്? ആ പാല് കുഞ്ഞിപ്പൂച്ച നക്കിയാ കുടിക്കും. ഇത് മനുഷ്യ കുഞ്ഞിപ്പൂച്ച, അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കുടിച്ചാൽ മതിയാ. ഓടിവാ കുഞ്ഞിപ്പൂച്ച, ഓടിവാ. ഇനി ബിരിയാണി റെഡി. കുഞ്ഞിപ്പൂച്ച റെഡിയായി ബിരിയാണി, ഓടിവാ. എവിടെ പോയി കുഞ്ഞിപ്പൂച്ച? വേഗം വാ. അവള് ബാക്കി വെച്ചു. നല്ല രസമുണ്ട്, നല്ല മായമുണ്ട്. ഇതിന് ഷവർമ്മയ്ക്ക് വേണ്ട. നിങ്ങൾ കഴിച്ചു, ഞാൻ 2-3 കഴിച്ചു. നല്ല രസല്ലേ? ഏതൊന്നും വേണമെന്നോ? കുഞ്ഞിപ്പൂച്ച തിന്നു കഴിഞ്ഞോ? ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ബിരിയാണി കഴിച്ചു കഴിഞ്ഞ പാടന്നെ ചായ കുടിക്കാൻ നോക്കുക കേട്ടോ. ചായയും കുമ്പിളപ്പമാണ്. ഇതുവരെ കുറേ നാളായി കുമ്പിളപ്പം കഴിച്ചിട്ട്. അപ്പം അതുകൊണ്ട് കുമ്പിളപ്പം കഴിക്കാമെന്ന് പറഞ്ഞ. ചായ വേണോ വാക്കുട്ടി? ഇച്ചിരി കടുപ്പായിരിക്കും മക്കളെ, അത് കാരണം നിനക്ക് മേടിക്കാൻ. ചൂട് കറക്റ്റാണോ? ഓൾറെഡി ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് തന്നു, അവർക്ക് വേണ്ട പോലും. ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്ന് കഴിക്കാം അല്ലേ? കുടിക്കാൻ പറ്റുമോ? കുടിക്കുന്നുണ്ടോ നീ? നോക്കിക്കേ ഇച്ചുകുട്ടി, നല്ല പാൽ ചായയും ഇടനയിൽ ഉണ്ടാക്കിയ കുമ്പിളപ്പവും ചക്കപ്പഴം ഇട്ട് ഉണ്ടാക്കിയത്. ഇച്ചുകുട്ടിക്ക് ട്രൈ ചെയ്യണോ? വേണ്ട? ഇല്ല വേണ്ട കേട്ടോ ഗൈസ്. ഇതിന് വായി കൊണ്ടല്ല തുറക്കേണ്ടത്, ഇത് കൈ കൊണ്ടാ തുറക്കേണ്ടത്. ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ തുറന്നു കഴിയുമ്പോ കഴിച്ചു നോക്ക്. സൂപ്പറല്ലേ? അതിന് പിന്നെ പറയാനൊരു വിഷമം. കുട്ടികളെ കഴിക്കും പിന്നെ കുടിക്കും. പക്ഷേ എക്സാക്ട് പോലെ ഞാൻ തന്നെ കഴിക്കുന്നു തന്നെ കുടിക്കുന്നു. അയ്യോ, തന്നെ കഴിക്കുന്നു തന്നെ കുടിക്കുന്നു. ഗുഡ് ഗേൾ.